നമസ്കാരം. നമ്മുടെ വേടനെ 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തു. നമ്മളുടെ അല്ല, എനിക്കിഷ്ടപ്പെടുന്ന ഒരു റാപ്പറാണ് വേടൻ. പുള്ളിക്കാരന്റെ വരികൾ തീക്ഷ്ണമായിട്ടുള്ള വരികളാണ്. എല്ലാരും പറയുന്ന കൂട്ട് തന്നെ എനിക്കും തോന്നാറുണ്ട്. വരികളിൽ എന്തോ രാഷ്ട്രീയം, എന്തോന്നല്ല, ഒരു കറുപ്പിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അനുഭവിച്ച തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു എഴുത്ത് ശൈലി പാട്ടായിട്ട് പുള്ളി പറയുന്നു എന്നുള്ളത് പുള്ളിയുടെ ഈ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ റാപ്പേഴ്സിൽ അർത്ഥവത്തായിട്ടുള്ള വരികൾ എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വേടൻ എന്ന് പറയുന്ന ആ തൃശ്ശൂരുകാരനെ. എന്നിരുന്നാലും ഈ ഹിരൺ ദാസ് എന്ന് പറയുന്ന ആ തൃശ്ശൂരുകാരൻ ചെറുപ്പക്കാരനെ എനിക്കറിയത്തില്ല. അദ്ദേഹത്തിനെ പറ്റി എനിക്കൊരു വിവരവുമില്ല. പക്ഷെ വേടൻ എന്ന വ്യക്തിയെ പറ്റി, ആ ഒരു കലാകാരനെ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ വരികൾ ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസും വേടന്റെ പുലിനക കേസും സുരേഷ് ഗോപിയുടെ പുലിനക കേസുമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിയമവും ഗവൺമെന്റും സേനയും, പോലീസ് സേന അല്ലെങ്കിൽ സേനയും ഈ രണ്ട് കേസിനെയും രണ്ടായിട്ടാണോ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. എനിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇച്ചിരി ആനുകൂല്യം പത്മശ്രീ മോഹൻലാലിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു തോന്നല്. വേടനെ സംബന്ധിച്ചോളം ആ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. വേടൻ ഒരു സാധാരണ മനുഷ്യൻ, പത്മശ്രീ ഭരത് മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു അമാനുഷ്യനായ ഒരു വലിയ നടൻ, ഒരു നടന വൈഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തേജസ്സാണ് മോഹൻലാൽ. എന്നിരുന്നാലും നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആയി കാണണമെന്നുള്ള ഒരു പറച്ചിൽ എല്ലായിടത്തും ഉണ്ട്. എന്നാലും എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മോഹൻലാലിന് കുറച്ച് ആനുകൂല്യം കിട്ടിയെന്ന് ഉള്ളതാണ്. നമുക്ക് രണ്ട് കേസും നമുക്ക് എടുക്കാം. 2011 ജൂലൈയിലാണെന്ന് തോന്നുന്നു ഈ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് നടക്കുന്നത്. ഇപ്പൊ 2025 ഹിരൺദാസ് അല്ലെങ്കിൽ വേടന്റെ ഈ പുലിനക കേസും ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് രണ്ട് സ്ക്രീനിലായിട്ട് നമുക്ക് കാണാം. ഈ വേടന്റെ കേസ്, അതായത് എക്സൈസിനൊരു കള്ള സന്ദേശം വരുന്നു. വേടന്റെ ഫ്ളാറ്റിൽ എറണാകുളത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നു. മറിച്ച് അപ്പുറത്ത് മോഹൻലാലിന്റെ കേസാണെങ്കിൽ 2011 IT-ക്ക്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കള്ള സന്ദേശം വരുന്നു. എന്ത്? മോഹൻലാലിനും മമ്മൂട്ടിക്കും വരുമാനത്തെ, അതായത് കണക്കിൽ കൂടുതൽ അധികം പൈസ അല്ലെങ്കിൽ ധനം അവരുടെ പക്കൽ ഉണ്ട് എന്നുള്ളത്, അതായത് കള്ളപ്പണം ഉണ്ട് എന്നുള്ളത് IT-ക്ക് ഒരു കംപ്ലൈന്റ് വരുന്നു. അപ്പം ഒന്ന് എക്സൈസ്, ഒന്ന് IT. നമുക്ക് വേടന്റെ കേസ് നോക്കാം. ഈ വേടന്റെ കേസ് എക്സൈസ് വരുന്നു, റെയ്ഡ് നടത്തുന്നു, 6 ഗ്രാം കഞ്ചാവ് ഏറ്റെടുക്കുന്നു, കണ്ടുപിടിക്കുന്നു. ഈ 6 ഗ്രാം എന്ന് പറഞ്ഞാല് ഇത് സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ 8 പേരുണ്ടായിരുന്നു, അവരെ വിട്ടയച്ചു. പിന്നെ വേടനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് പോലീസ് സേന അല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടു നടക്കുന്നു. പുള്ളിയെ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യുകയാണ്, തെളിവെടുക്കുകയാണ്. എന്തിനാണ്? അവിടെയാണ് നമ്മുടെ ഈ രണ്ട് കേസും, അത് മോഹൻലാലിന്റെയും വേടന്റെയും കേസ്, ഈ കമ്പാരിസൺ വരുന്നത് അല്ലെ. വേടന്റെ കയ്യിൽ നിന്നും, അതായത് വേടന്റെ മാലയിൽ ഒരു കടുവയുടെ നഖം കാണുന്നു. അപ്പോൾ ഈ കടുവയുടെ നഖം എന്ന് പറയുന്നത്, അത് കയ്യിൽ വെക്കുന്നതും അത് ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു എല്ലാം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് 1 ആണെന്ന് തോന്നുന്നു, അനുസരിച്ച് എല്ലാം കുറ്റകരമാണെന്നാണ് കണ്ടെത്തുന്നത്. അപ്പൊ വേടന്റെ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് മോഹൻലാലിലേക്ക് പോകാം. 2011 കേസ്. 2011 IT-ക്ക് ഇൻകം ടാക്സിന് റിപ്പോർട്ട് വരുന്നു. ഇങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അസറ്റ് ഇവർക്ക് 2 പേർക്കും ഉണ്ടെന്ന്, അതായത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ടെന്ന് പറയുന്നു. അതായത് രേഖകളിൽ കവിഞ്ഞ് അസറ്റ്, അതല്ലെങ്കിൽ ഇത് ധനം, പ്രോപ്പർട്ടീസ് എല്ലാം ഇവർക്കുണ്ടെന്ന് പറയുന്നു. അതനുസരിച്ച് ഈ പറയുന്ന IT 2 പേരുടെയും പല തിരുവനന്തപുരത്തും എറണാകുളത്ത് തമിഴ്നാട്ടില് അവിടെയെല്ലാം ഒന്നിച്ചു പോയി റെയ്ഡ് നടത്തുന്നു. അപ്പോൾ ഈ റെയ്ഡ് നടത്തുമ്പോൾ കള്ളപ്പണം
കണ്ടെത്തുന്നു. ഏകദേശം 15 ലക്ഷത്തോളം അന്ന് മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നും അതിൽ ഇരട്ടി മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു. അപ്പൊ ഈ കള്ളപ്പണം, ഇത് രണ്ടും കള്ളത്തരങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ കള്ളത്തരത്തിന്റെ ഇന്റൻസിറ്റി നമുക്കൊന്ന് അളന്നു നോക്കാം. ഇവിടെ 6 ഗ്രാം കഞ്ചാവ് അത് വേടന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ഈ 6 ഗ്രാം കഞ്ചാവ് അടിച്ച വേടൻ, അല്ലെ 60 ഗ്രാം കഞ്ചാവ് അടിച്ച വേടൻ അവിടെ ഉരുകിത്തീരുകയുള്ളൂ. അത് അവിടെ അവനാൽ തന്നെ തീരുകയുള്ളൂ, അല്ലെ വേടൻ. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഒരു 30 ലക്ഷം അല്ലെ 1 കോടി കള്ളപ്പണം കണ്ടെത്തുമ്പോൾ അത് അനേകം ആൾക്കാർക്ക്, പാവപ്പെട്ടവൻ തൊട്ട് ഒരു എല്ലാവർക്കും, എല്ലാ സിറ്റിസൺസിനും അന്നത്തിന് വേണ്ടിയുള്ള പൈസയാണ്, അല്ലെ? പാവപ്പെട്ടവന് റാഷന് വേണ്ടിയുള്ളതും അവരുടെ അന്നത്തിന് വേണ്ടി, എനിക്കുൾപ്പെടെയുള്ളവരുടെ അന്നത്തിനും വേണ്ടിയുള്ള പൈസയാണ് അവിടെ കള്ളപ്പണമായിട്ട് പത്മശ്രീ മോഹൻലാലിന്റെയും പത്മശ്രീ മമ്മൂട്ടിയുടെയും വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. അവര് ഭയങ്കര നടന്മാരാണ്. അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ ലോകത്ത് കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാം ഒരുപോലെ തന്നെയല്ലേ കാണുന്നത്? പക്ഷെങ്കിൽ നിങ്ങൾ പറ, കള്ളപ്പണം 1 കോടിക്കടുത്ത് കള്ളപ്പണം കണ്ടെത്തുമ്പോൾ ഇത്രയും ആൾക്കാർ ജനങ്ങളെ ദരിദ്രന്മാരാക്കിക്കൊണ്ട് എനിക്ക് കിട്ടേണ്ട എന്റെ പാത്രത്തിൽ കിട്ടേണ്ട അന്നത്തിന് കുറവ് വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഖജനാവിൽ അത് നിറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ ആൾക്കാർ കണ്ട് ആസ്വദിച്ച് ചുമലിൽ കയറ്റിവെച്ച നടനാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ വൈഡൂര്യം, അല്ലെ? അപ്പോ അതിനൊക്കെ ഉപരി ഇദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ ഒരു ബയോമെട്രിക് റൂം 2011 ഒരു ബയോമെട്രിക് ലോക്ക് സംവിധാനം, അതായത് ഈ പറയുന്ന ഫിംഗർ പ്രിന്റും കൊണ്ട് തുറക്കാവുന്ന ഒരു ലോക്ക് സംവിധാനം അദ്ദേഹത്തിന്റെ ഒരു റൂമിനകത്തുണ്ടായിരുന്നു. ഒരു കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ന്യൂസ് ആയിരുന്നു. അത് തുറക്കാൻ പറ്റിയില്ല, പിന്നീട് തുറക്കുമെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും ആ കേസ് രണ്ടോ മൂന്നോ ആനകളുടെ കൊമ്പാണ് അവിടെ പിടിക്കപ്പെട്ടത് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന്. അന്ന് 2011 ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന KB ഗണേഷ് കുമാർ, അതായത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ബാലകൃഷ്ണൻ പിള്ളയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അഴിമതിക്ക് ജയിലിൽ പോയ മന്ത്രിയുടെ മകൻ, ഒരേ ഒരു ആൺപിറപ്പായ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ ആണ് ഈ മോഹൻലാലിനെ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. ആ കേസ് കത്തിപ്പോയി. അദ്ദേഹം വലിയൊരു വൈഡൂര്യമാണ്, അഭിനയിക്കുന്ന ഒരു തേജസ്സാണ്, അല്ലെ? മോഹൻലാലിനെ പോലെ ഒരു മനുഷ്യൻ ഇതുവരെ അഭിനയിക്കത്തില്ല. അപ്പോ നിങ്ങൾ ആ ഒരു ബാലൻസ് നോക്കിക്കേ. അവിടെ അറസ്റ്റിന്റെ ഈ പുലിനകം എന്ന് പറയുന്ന വലുതാണ്, ഷെഡ്യൂൾഡ് 1 എന്നിരുന്നാലും 4 കൊമ്പല്ലേ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണേ പറയാം ഇതിനകത്ത് എക്സംഷൻ ഉണ്ട്. ഏത്? ആനയുടെ കൊമ്പ് പിടിച്ചതിൽ. ആ എക്സംഷൻ എന്താണ്? എക്സംഷൻ എന്ന് പറയുന്നത് ഇത് ബാൻ ചെയ്യുന്നതിന് മുമ്പ്, അതായത് 1947 മുമ്പ് കൈവശമുണ്ടായിരിക്കുന്ന കൊമ്പായിരിക്കണം, വിത്ത് ഓൾ ഡോക്യുമെന്റ്സ്, അതായത് എല്ലാവിധ കൈവശ അവകാശ സർട്ടിഫിക്കേഷനും ഉള്ള കൊമ്പായിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിക്സ് ആയിട്ടുള്ള ഐവറി മെറ്റീരിയൽസ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പഴയ സാധനങ്ങൾ, പുരാതന സാധനങ്ങൾ എന്ന് പറയുന്ന സാധനം ഒന്നാണ്. പഴയതല്ല, പുരാതന സാധനങ്ങൾ, അതാണ് ആന്റിക്സ് എന്ന് പറയുന്നത്. ഈ ആന്റിക്സ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ചിലപ്പം ഇത്രയുള്ള പീഠമായിരിക്കാം, വിളക്കായിരിക്കാം, കത്തിയായിരിക്കാം. ഇതൊന്നുമല്ല, വലിയൊരു ആനയുടെ അല്ലെ 4 ആനയുടെ കൊമ്പാണ് കണ്ടെത്തിയത്. അപ്പോ ഇത് രണ്ടുമില്ല, ഡോക്യുമെന്റേഷൻസ് ഇല്ല, അതൊരു ആന്റിക് കളക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡോക്യുമെന്റേഷൻ പിന്നീട് ഒരു ഗണേശ് എന്ന് പറയുന്ന ഒരു ആനയുടെ കൊമ്പാണ്, അതിപുരാതനമായിട്ട് മരിച്ചുപോയ ആനയാണ്. തന്മൂലം ആ കേസ് അങ്ങ് നീണ്ടുപോയി. ഏകദേശം 2015 മോഡി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ യൂണിയൻ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉത്തരവ് കൊടുത്തു, ഈ ആനക്കൊമ്പിന്റെ കൈവശ അവകാശ സർട്ടിഫിക്കേഷൻ മോഹൻലാലിന് കൊടുക്കാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, BJP സർക്കാർ വന്നതിന് ശേഷം ആ BJP സർക്കാരിനെ തള്ളിയാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടത്തിനകത്ത് മോഹൻലാല് അവതരിച്ചത്. ആ അവതരണം ഒരു അപരാധമാണെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് പുള്ളി പൊതുജനത്തിനോട് മാപ്പ് അപേക്ഷിച്ചത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ
ഈ യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് ആ കൈവശാവകാശ സർട്ടിഫിക്കേഷൻ മോഹൻലാലിന് കൊടുക്കാനെന്നും. അങ്ങനെ മോഹൻലാലിന് കൊടുത്തുകൊണ്ട് പെരുമ്പാവൂർ കോടതിയിൽ കേസ് നടന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു റിട്ട് സ്യൂട്ട് ഫയൽ ചെയ്തു. എന്താ, ഈ കേസ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. പെരുമ്പാവൂർ കോടതി വിഡ്രോ ചെയ്തില്ല. പത്മശ്രീ മോഹൻലാല് ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ പത്മശ്രീ മോഹൻലാലിന്റെ കേസ് തള്ളുകയായിരുന്നു. എന്നിരുന്നാലും പാർഷ്യലി ഈ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്ലീ, അതായത് വാദം അംഗീകരിച്ചു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവാറ്റുപുഴ കോടതി കേസ് തള്ളാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാഷിയായിട്ടുള്ള, അതായത് എളുപ്പം ഉടനടി ഒരു തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു. അതുകൊണ്ടാണ് ഇത് തള്ളുന്നത്. എന്താണ് കേസ്? മോഹൻലാലിന് കൈവശാവകാശ സർട്ടിഫിക്കേഷൻ ആനക്കൊമ്പിന്റെ കൊടുക്കണമെന്നും മോഹൻലാലിന്റെ സ്വവസതിയിൽ കണ്ടെടുത്ത ആനക്കൊമ്പിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാലിന് എതിരെ ചാർത്തപ്പെട്ട ക്രിമിനൽ കേസ്, അതായത് വേടനെതിരെ ചാർത്തപ്പെട്ട അതുപോലത്തെ കേസ്, മോഹൻലാലിന്റെ അതുപോലത്തെ കേസ് പിൻവലിക്കണമെന്ന് പറയുന്ന ഒരു സ്യൂട്ട് പെരുമ്പാവൂർ കോടതി തള്ളിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മശ്രീ മോഹൻലാല് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പത്മശ്രീ മോഹൻലാല് 4 ആനക്കൊമ്പ് കൈവശം വെച്ചതുകൊണ്ട് അയാള് തെറ്റുകാരൻ അല്ലെന്ന് നാളിതുവരെ കോടതി തെളിയിച്ചിട്ടില്ല. അപ്പോ ഇത് രണ്ടും കൂടെ ഞാൻ ആരുമല്ല, എന്നാലും ഒരു പൊതുജനം എന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഇതിനെ നോക്കി കാണുമ്പോൾ പത്മശ്രീ മോഹൻലാൽ ഭരത് മോഹൻലാലാണ്. അദ്ദേഹത്തിന് കൂടുതൽ സംരക്ഷണം, അല്ലെങ്കിൽ കോടതിയായിട്ടില്ല, ഗവൺമെന്റിന്റെയും സേനയുടെയും കുറച്ച് അധികം സഹകരണവും ലാളനകളും കിട്ടിയെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാര്യം ഇപ്പോഴും വേടൻ കസ്റ്റഡിയിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന എൻ്റെ ഒരു വാക്ക്, ആ പയ്യൻ പാവമാണ്, അല്ലെ? എനിക്ക് തോന്നുന്നു ആ പയ്യൻ പാവമാണ്. അവൻ കളവ് കാണിക്കത്തില്ല, മോഷണം നടത്തിയിട്ടില്ല. അവന്റെ ഒരു പുകയെടുത്തു. അത് തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റാണ്, കളവല്ല. അവൻ ചെയ്തത് ചതിയോ വഞ്ചനയോ മോഷണവുമല്ല, അല്ലെ? പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടില്ല വേടൻ. എനിക്ക് തോന്നുന്നത് ഈ കേസിന് വേടൻ ശിക്ഷിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണിൽ കാണാത്ത ജാതിയുമെന്ന വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്റെ വേട്ടയാട്. എന്റെ മുതുകിൽ നിന്റെ വഞ്ചനയാലേറ്റപാട്. ഞാൻ കാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആടേലൊരു മറ്റുമില്ല.